അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് എന്ത് വരണമെന്നറിയാമോ? കേട്ട് അനുസരിക്കണം. ധൈര്യം പ്രാപിച്ച് വീട്ടിൽ ചുമ്മാ ഇരുന്നാ പോരാ, വേല ചെയ്യണം. പ്രാർത്ഥിക്കാനേ കഴിയുള്ളെങ്കിൽ പ്രാർത്ഥിക്കണം, അല്ലേ? ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ദേശത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. വളരെ അപൂർവ സ്ഥലത്ത് മാത്രമേ പിന്നോട്ട് നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിൻപിലുള്ളത് മറക്കാനാണ് പൗലോസ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇന്ന് തൊട്ട് പിൻപോട്ട് നോക്കണം. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഹഗായി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം പ്രാരംഭമായി വായിക്കാം. 8-ാം വാക്യവും 2-ാം അധ്യായം 19-ാം വാക്യവും. ആദ്യം 1-ന്റെ-8 വായിക്കാം. ഹഗായി 1-ാം അധ്യായം 8-ാം വാക്യം. ഹഗായി എന്ന വാക്കിന്റെ അർത്ഥം ഉത്സവം എന്നാണ്. അത് എടുക്കുമ്പോഴേക്ക് ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഹഗായി പ്രവാചകൻ വളരെ ശക്തനായി ദൈവം ഉപയോഗിച്ചതായ ചെറിയ പ്രവാചകന്മാരിൽ അതിശക്തനാണ് എന്ന് നമുക്ക് കാണാം. പ്രവാസാനന്തരം അടിമത്വകാലം കഴിഞ്ഞ് യഹൂദയിലേക്ക് തിരിച്ചു വന്ന ആളുകളുടെ ഇടയിൽ പ്രവചിച്ചതായ അവസാനത്തെ 3 പ്രവാചകന്മാരാണ് ഹഗായി, സെഖര്യാവ്, മലാഖി. ഹഗായി, സെഖര്യാവ്, മലാഖി, അതാണ് ആ പുസ്തകങ്ങൾ ഏറ്റവും അവസാനം കിടക്കുന്ന 3 പുസ്തകങ്ങൾ. അതിൽ ഹഗായി പ്രവാചകൻ വളരെ ശക്തമായ ദൈവിക ദൂത് നൽകി, അല്ലേ? അവിടെ ഏകദേശം ഇതിൻ്റെ കാലഘട്ടം 520 BC ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ പുസ്തകത്തിലെ പ്രധാന പ്രതിവാദി വിഷയം എന്ന് പറയുന്നത് ആലയം പണി, അല്ലേ? ആലയത്തിൻ്റെ പണിയാണ് ആ പുസ്തകത്തിലെ പ്രധാന പ്രതിവാദി വിഷയം. ദേവാലയം പുനർനിർമ്മാണത്തിനായി ജനത്തെ ഉത്സാഹിപ്പിക്കുന്നതായ ദൈവിക സന്ദേശമാണ്. ചെറിയ പ്രവാചകൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. 2 അധ്യായങ്ങളിലും കൂടി ആയിട്ട് ആകെ 38 വാക്യങ്ങളേ ഉള്ളൂ. 2 അധ്യായങ്ങളിലും കൂടെ വെറും 38 വാക്യങ്ങൾ, അല്ലെങ്കിൽ മറ്റു ഒരു അധ്യായത്തിൻ്റെ അത്ര പോലും വലിപ്പമില്ലാത്തതായ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ വായിക്കാൻ എളുപ്പമാണ്. പ്രവാചകന്റെ ഭാഷ വളരെ സിമ്പിളാണ്. ചെറിയ ഭാഷയിലാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശക്തമായ ദൈവിക സന്ദേശം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ദൈവവേലയ്ക്കായി ഉണരുക, ദൈവാലയത്തിന്റെ പണിക്കായി ഉണരുക, അതാണ് സന്ദേശം, അല്ലെ? 1-ാം അധ്യായം 8-ാം വാക്യം ആരെങ്കിലും വായിച്ചേ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന ആലയം പണിവീൻ, ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ, എന്നാൽ ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. 2-ാം അധ്യായം 19-ാം വാക്യം. കളപ്പുരയിൽ കിടക്കുന്നു, വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവു മരവും കായ്ക്കുന്നില്ലയോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവു മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഫ്രം ദിസ് ഡേ ഐ വിൽ ബ്ലെസ് യു. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹത്തിന്റെ സന്ദേശമാണ്. വളരെ ശക്തമായ ദൂതാണ്. ദൂതിന്റെ അവസാനം എന്താണ്? പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചത്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് പോകുന്നു. അപ്പോൾ വളരെ ശക്തമാണ്. അനുഗ്രഹം എന്ന് പറയുന്നത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ദൈവം തൻ്റെ മക്കൾക്ക് നൽകി തരുന്നത് എന്ന് കാണാനായിട്ട് കഴിയും, അല്ലേ? ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ അതിനു മുമ്പ് അവരുടെ അവസ്ഥ അല്പം പരിതാപകരമായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഈ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം പഠിക്കുകയാണെങ്കിൽ, BC 586 നെബൂഖദ്നേസർ യഹൂദ ആക്രമിച്ച് യഹൂദയെ കീഴടക്കി ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ യഹൂദ ജനതയെ അടിമകളായിട്ട് ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോകാനായിട്ടിടയായി തീർന്നു. അവരുടെ ദേവാലയം നെബൂഖദ്നേസർ തകർത്തു. യെരുശലേം ദേവാലയം തകർത്തു. അതിനകത്തുണ്ടായിരുന്നതായ മനോഹര വസ്തുക്കൾ, സ്വർണവും വെള്ളിയും എല്ലാം നെബൂഖദ്നേസർ കൊള്ളയിടാനായിട്ട് ഇടയായി. അങ്ങനെ ദേവാലയം തകർക്കപ്പെട്ടു. ദേവാലയത്തിൽ ഉണ്ടായിരുന്നതായ എല്ലാ വസ്തുക്കളും കൊള്ളയിടപ്പെടാനായിട്ടിടയായി തീർന്നു. അവരെ അടിമകളായി ബാബേലിൽ ഇസ്രായേൽ ജനം കഴിയേണ്ടതായിട്ട് വന്നു.
എന്നാൽ BC 538 പേർഷ്യൻ രാജാവായിരിക്കുന്ന കോരേശ് ബാബിലോൺ ആക്രമിച്ച് കീഴടക്കുകയും ഇസ്രായേൽ ജനത്തെ വിടുവിക്കുകയും ചെയ്തു. അവരുടെ സ്വന്തം നാട്ടിലേക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ അവർക്ക് നൽകാനായിട്ടിടയായി. അവർ ബാബിലോണിൽ നിന്ന് അടിമത്വം മതിയാക്കി ഇസ്രായേലിലേക്ക് അവരെ ദൈവം കൊണ്ടുവരാനായിട്ടിടയായി. ഇസ്രായേലിലേക്ക് ദൈവം അവരെ കൊണ്ടുവന്നപ്പോൾ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് അവരോട് ഏൽപ്പിച്ചതായ ദൂത്? ഏറ്റവും പ്രധാനമായി വിവിധ പ്രവാചകന്മാരിലൂടെ ദൈവം അവരെ ഏൽപ്പിച്ചതായ ദൂത് എന്ന് പറയുന്നത് ആലയം പുനർനിർമ്മിക്കുക. നെബൂഖദ്നേസർ തകർത്തതായ ആലയത്തെ പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ശേഷിച്ചതായ റെമനന്റിനെ ദൈവം ഏൽപ്പിച്ചത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? അടിമത്വത്തിൽ നിന്ന് ബാബിലോണിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായ ജനത്തെ അവരുടെ സ്വന്തം ദേശത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവരൊരു ചെറിയ കൂട്ടമായിരുന്നു, അല്ലേ? അവരൊരു ചെറിയ കൂട്ടമായിരുന്നു. ആ ചെറിയ കൂട്ടത്തെ ദൈവം ഏൽപ്പിച്ചതായ ദൗത്യം എന്ന് പറയുന്നത് തകർക്കപ്പെട്ടതായ നെബൂഖദ്നേസർ തകർത്തതായ ആലയത്തെ പുനർനിർമ്മിക്കുക, റീബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് നെഹമ്യാവിന്റെ പുസ്തകം പഠിച്ചപ്പോൾ മതിൽ റീബിൽഡ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, അല്ലേ? ജനമെല്ലാം ഉത്സാഹിച്ച് വേല ചെയ്തപ്പോൾ യെരൂശലേമിന്റെ തകർന്ന് തീ വെച്ച് നശിപ്പിക്കപ്പെട്ടതായ മതിൽ പണിയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പുസ്തകം മതിലിനെ കുറിച്ചല്ല, ദേവാലയത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പം ദേവാലയം പണിയുക എന്നുള്ളൊരു വലിയ ദൗത്യവുമായിട്ട് അവർ കടന്നു വന്നു. അവരതിന് ആരംഭത്തിലൊക്കെ അവർക്ക് വലിയ ശുഷ്കാന്തി ഉണ്ടായിരുന്നു. ഈ റെമനന്റിന്, ഈ തിരുശേഷിപ്പിന്, അല്ലെങ്കിൽ വന്നതായ ജനത്തിന്, ദൈവത്തിന്റെ സ്വന്തം ജനത്തിന് ആദ്യമൊക്കെ ദൈവവേലയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. അവര് ഒരുമിച്ച് നിൽക്കുകയും പരസ്പരം കൈകോർക്കുകയും അവർ കർത്താവിന്റെ വേല ചെയ്യുകയും ആലയം പണിയാനായിട്ട് അവർ ഉത്സാഹിക്കുകയും ചെയ്തു എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അവർക്ക് തന്നെ ജീവിത സാഹചര്യങ്ങളിൽപ്പെട്ട് ലോകത്തിന്റെ ഇമ്പങ്ങളും ഇച്ഛകളും താല്പര്യങ്ങളിലും പെട്ട് ദൈവവേലയോട് ഒരു സമ്പൂർണ്ണ അവഗണന ആ ജനത്തിന്റെ ഇടയിൽ സംഭവിക്കാനായിട്ട് ഇടയായി, അല്ലേ? ദൈവത്തിന്റെ ആലയത്തെ അവർ മറന്നു. ദൈവത്തിന്റെ വേലയെക്കുറിച്ച് ജനം മറന്നുപോകാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന്റെ ആലയം എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ആളുകൾ എത്തിപ്പെടാനായിട്ടിടയായി തീർന്നു. അവിടെ ദൈവം പ്രവർത്തിച്ചു. ദൈവവേലയെ അവഗണിച്ചപ്പോൾ, ദൈവത്തിന്റെ ആലയത്തെ ജനം അവഗണിക്കാനായിട്ടിടയായി തീർന്നപ്പോൾ ദൈവത്തിന്റെ ശിക്ഷാവിധി ആ ജനത്തിന്റെ ഇടയിലേക്ക് വന്നു. എവിടെയാണ് നമ്മൾ കാണുന്നത്? 1 മുതൽ, അല്ലേ? 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കേണ്ടതാണ്. ആർക്കാണ് ഈ ദൂത് ഹഗായി പ്രവാചകൻ നൽകുന്നത്? ദാരിയാവേശ് രാജാവിന്റെ 6-ാം തീയതി യഹോവയുടെ അരുളപ്പാട് ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹൂദ ദേശാധിപതിയായ ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലിന്, അന്നത്തെ യഹൂദയുടെ റൂളർ എന്ന് പറയുന്നത് സെരുബാബേലാണ്. 2 പ്രീസ്റ്റ്, മഹാപുരോഹിതൻ എന്ന് പറയുന്നത് യോശുവയാണ്. നമ്മളെ മറ്റേ പുസ്തകത്തിൽ കാണുന്ന യോശുവയല്ല, മറ്റൊരു യോശുവ പുരോഹിതനാണ്. പ്രോഫറ്റ് ഹഗായിയാണ്. എന്താണ് ഹഗായി അവരോട് പറയാനായിട്ടിടയായിത്തീരുന്നത്? 4-ാം വാക്യം, ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? നിങ്ങൾ സ്വന്തം കാര്യം അന്വേഷിച്ച് സ്വന്തം താല്പര്യത്തിന് പുറകെ പോകുന്നത് ദൈവാലയത്തെ മറന്നു കളഞ്ഞ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആലയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിംഗ് അല്ല. ഇവിടെ പഴയ നിയമത്തിൽ യഹൂദനെ സംബന്ധിച്ച് ആലയം എന്ന് പറയുന്നത് ഒരു ബിൽഡിംഗ് ആണ്. അതവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ആലയം എന്ന് ഓർപ്പിക്കുന്നത് ഒരു ബിൽഡിങ്ങിനെ അല്ല. അപ്പം ഞാനിവിടെ ആലയം എന്ന് പറയുന്നിടത്തെല്ലാം നിങ്ങൾ ചിന്തിച്ചോണം, ദൈവത്തിൻ്റെ വേല, ദൈവസഭ എന്നുള്ളതാണ് പുതിയ നിയമ ദൈവമക്കളായിരിക്കുന്ന നാം അർത്ഥമാക്കേണ്ടത്. ഇവിടെ എവിടെയെല്ലാം നമ്മൾ ആലയം എന്ന് വായിക്കുന്നുവോ അവിടെ നിങ്ങൾ ഒരു കെട്ടിടത്തെ കുറിച്ച് ചിന്തിക്കരുത്, അല്ലേ? പുതിയ നിയമത്തിൽ കെട്ടിടത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവസഭയാണ് ആലയം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സഭയാണ്. ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ ആലയം. അപ്പോൾ ദൈവസഭ ശൂന്യമായി കിടക്കാനായിട്ട് പാടില്ല. അവിടെ എനിക്കും നിങ്ങൾക്കും എല്ലാം വലിയ ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. അവരത് മറന്നു കളഞ്ഞതുകൊണ്ട് പ്രവാചകനിലൂടെ ദൈവം അവരോട് ചോദിക്കുകയാണ്, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾ
തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. ഈ 38 അധ്യായത്തിനിടയ്ക്ക് വാക്യങ്ങൾക്കിടയ്ക്ക് 4 പ്രാവശ്യം ഈ ഒരു വാക്ക് പ്രവാചകൻ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. ഏതാണെന്നറിയാമോ? നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. കൺസിഡർ യുവർ വേസ്. നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ ഒന്ന് പുനർചിന്തനം ചെയ്യാനായിട്ട് ഇടയായിത്തീരുക. നിങ്ങളുടെ വഴികൾ അല്ലേ, നിങ്ങൾ കടന്നു പോകുന്നതായ, ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ കടന്നു പോകുന്നതായ വഴികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങളൊരു പുതിയ തീരുമാനത്തിലേക്ക് വരണം അല്ലേ. അങ്ങനെ ആലയം ശൂന്യമായി കിടന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? 6-ാം വാക്യം, നിങ്ങൾ വളരെ വിധിച്ചിട്ടും അല്പമേ വായിച്ചു. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. നിങ്ങൾ വളരെ വിധിച്ചിട്ടും അല്പമേ കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി. ഒരു ഓട്ടസഞ്ചിയുടെ അനുഭവം അല്ലേ, ഒന്നും ഒരു പൂർത്തീകരണത്തിലേക്ക് വരാത്തതായ ഓട്ടസഞ്ചിയുടെ അനുഭവം. ഇസ്രായേൽ ജനത്തിന് അവരൊത്തിരി അധ്വാനിക്കുന്നു, അവർ തട്ടിട്ട വീടുകൾ ഉണ്ടാക്കുന്നു, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു, വളരെ അധ്വാനിക്കുന്നു, പക്ഷെ ഒന്നും ഫലവത്തായി തീരാനായിട്ട് ഇടയായിത്തീരുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, കൺസിഡർ യുവർ വേസ്. നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. ഒന്ന് പേഴ്സണൽ എക്സാമിൻ ചെയ്യാനായിട്ട് ഇടയായിത്തീരുക. നിങ്ങളോടുമാണ് ദൈവത്തിന്റെ വചനം സംസാരിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമായി വിളിക്കപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരും ദൈവത്തിന്റെ സ്വന്തം ജനവുമായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അവസ്ഥ എങ്ങനെയാണ് നമ്മൾ ദൈവവേലയിൽ നമ്മൾ പങ്കാളികളായി തീരാനായിട്ട് ഇടയായിത്തീരുന്നത്? അവർക്കെല്ലാം ശൂന്യതയുടെ അനുഭവമാണ് അല്ലെ, ഓട്ടസഞ്ചിയുടെ അനുഭവം എന്ന് പറഞ്ഞിരിക്കുന്നത്. 9-ാം വാക്യം, നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരിക്കുന്നു, എന്നാൽ അത് അല്പമായി തീരുന്നു. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, പക്ഷേ ഒന്നും സംഭവിക്കാനായിട്ട് ഇടയാകുന്നില്ല, എന്നാൽ അത് അല്പമായി തീരുന്നു. നിങ്ങൾ അത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? ഞാൻ നിങ്ങളുടെ പല പ്രയത്നങ്ങളെയും ഊതിക്കളയാനായിട്ടിടയായി തീർന്നു. അതെന്തുകൊണ്ട്? അതുകൊണ്ട് എക്സാമിൻ ചെയ്യുക. ഇന്ന് പകൽക്കാലം ഈ ഒരു വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. 2025 നമ്മെ വിട്ട് കടന്നു പോകുവാൻ ചില ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നത്, കൺസിഡർ യുവർ വേസ്. നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. ഇന്നലെ വരെയും നടന്ന വഴി മതിയോ? ഇന്നലെ വരെയും ജീവിച്ചതായ ജീവിതം മതിയോ? ഇന്നലെ വരെയും ഉണ്ടായിരുന്ന ആത്മീയ അനുഭവം മതിയോ? അതോ ഒരു പുതുക്കത്തിന്റെ, ഒരു തീരുമാനത്തിന്റെ, ഒരു ഉത്സാഹത്തിന്റെ, ഒരു ദൈവപ്രവൃത്തി കാണുവാനായിട്ടിടയായി തീരുന്നതായ ഒരു നന്മയുടെ നാളുകൾ നമുക്ക് ആവശ്യമുണ്ടോ? എക്സാമിൻ യുവർ സെൽഫ് അല്ലെ, കൺസിഡർ യുവർ വേസ്. അതാ ഹഗായി പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായത്തിൽ, ഈ 2 അധ്യായങ്ങളിലുമായി ഒരു വലിയ ദൂത് നൽകിയിട്ട് ദൈവം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അവരോട് പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അനുഗ്രഹം നിന്നു പോയിട്ടില്ല. ഈ ചെറിയ ശേഷിപ്പിനോട് ഹഗായി പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആരും നിരാശപ്പെടണ്ട. നിങ്ങൾക്ക് അനുഗ്രഹമില്ല, നിങ്ങൾക്ക് നന്മയില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം എന്താണെന്നറിയാമോ? ഈ വർഷാവസാനം കർത്താവ് നമ്മളോട് സംസാരിക്കുകയാണ്, ഫ്രം ദിസ് ഡേ ഐ വിൽ ബ്ലെസ് യു. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പക്ഷെ അനുഗ്രഹിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. നമുക്ക് കമ്പി വാചകങ്ങളിലൂടെ ഈ പ്രവചനത്തിലൂടെ കടന്നു പോകാം. എന്തെല്ലാമാണ് ദൈവം എന്നെയും നിങ്ങളെയും സഭയായി, കുടുംബമായി, വ്യക്തികളായി അനുഗ്രഹിക്കണമെങ്കിൽ നമ്മ എന്ത് ചെയ്യാനായിട്ട് ഇടയായിത്തീരണം? അതാ ഹഗായി ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചത്. ആ ഒരു ചെറിയ ജനത്തോട് ഹഗായി സംസാരിച്ചത് അതാണ് കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കഴിയും? ഒന്നാമത്തേത് 1-ാം അധ്യായം 12-ാം വാക്യം. ആരെങ്കിലും വായിച്ചേ, ഹഗായി 1:12.
അപ്പോൾ ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്താലാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കാനായിട്ട് പോകുന്നത്? 1:12. അങ്ങനെ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗ്ഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ട് അനുസരിച്ചു. അവർ കേട്ട് അനുസരിച്ചു. ആമേൻ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് എന്ത് വരണമെന്നറിയാമോ? കേട്ട് അനുസരിക്കണം, അല്ലേ? അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വചനത്തിലേക്ക് നോക്കിയേ, ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള എല്ലാവരുമായി. അപ്പൊ 3 കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അത് റൂൾ ചെയ്യുന്നവർ, റൂളർ, അല്ലേ? റൂൾ ചെയ്യുന്നതായ ആളുകൾ, അധികാരസ്ഥന്മാർ. ഇന്ന് പകൽക്കാലം സഭയിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുക, അധികാരസ്ഥന്മാർ. 2, പുരോഹിതൻ, പാസ്റ്റേഴ്സ്, അല്ലെ? യഹോസാദാക്കിന്റെ മകനായ യോശുവ ആരാണ്? അവൻ പ്രീസ്റ്റ്, ഹൈ പ്രീസ്റ്റ്, അന്നത്തെ മഹാപുരോഹിതന, പാസ്റ്റർ, അല്ലെ? പാസ്റ്റർ. പിന്നെ ആരാണ്? ജനത്തിന് വിടുതലില്ല കേട്ടോ, ജനം. മൂന്നാമത്തത് ജനം. ഈ 3 കൂട്ടരും എന്ത് പറഞ്ഞു? യഹോവ ഹഗ്ഗായിലൂടെ സംസാരിച്ചതായ ദൈവത്തിന്റെ സന്ദേശം അവര് എങ്ങനെ അനുസരിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം, അല്ലേ? തങ്ങൾക്ക് തോന്നിയതുപോലെ എന്നല്ല പ്രിയപ്പെട്ടവരെ. അനുസരിക്കേണ്ടത് നമുക്ക് തോന്നുന്നത് പോലെ അനുസരിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരല്ല ഞാനും നിങ്ങളും. ദൈവത്തിന്റെ വചനത്തിന് അനുസൃതമായി. ആമേൻ, ഹല്ലേലൂയ. ആരൊക്കെയാണ് അനുസരിച്ചത്? റൂളറായിരുന്ന സെരുബ്ബാബേൽ, പാസ്റ്റർ ആയിരുന്നതായ യോശുവ, ജനമെല്ലാവരും, അല്ലെ? എല്ലാവരും ദൈവം അവരോട് സംസാരിച്ചതായ പ്രവാചകനിലൂടെ ദൈവം അവരോട് സംസാരിച്ചതായ ദൈവത്തിന്റെ സന്ദേശം, യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം. അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാമോ? നിയോഗം, അപ്പോയിന്റ്മെന്റ്. എന്നെയും നിങ്ങളെയും ഉണ്ടല്ലോ കർത്താവ് നിയോഗിച്ചിരിക്കുക. ആമേൻ. നമ്മളെ കർത്താവ് നിയോഗിച്ചിരിക്കുക. നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഈ നിയോഗങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചില സർക്കാർ ജീവനക്കാരെ പോലെ, എല്ലാവരും അല്ല, ഇവിടെ സർക്കാർ ജീവനക്കാരുണ്ടല്ലോ, പോയി ഒപ്പിട്ടിട്ട് കറങ്ങി നടക്കുന്ന ഒത്തിരി സർക്കാർ ജീവനക്കാരുണ്ടല്ലേ. അവരെ അസൈൻ ചെയ്തിരിക്കുന്നതായ, അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഒത്തിരി ഉത്തരവാദിത്വമുണ്ട്. അതൊന്നും ചെയ്യാതെ രാവിലെ പോയി പഞ്ച് ചെയ്തിട്ട് പയ്യെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് കറങ്ങി നടക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. നമുക്കറിയാം, വില്ലേജ് ഓഫീസിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും ഒക്കെ പോയി ഒന്ന് ഒപ്പിട്ടു, ബാക്കി ഡ്യൂട്ടി ഒന്നും ചെയ്യുകയില്ല. ഞാനും നിങ്ങളും പലപ്പോഴും അങ്ങനെയുള്ള ആളുകളെ പോലെയാണ്, അല്ലേ? നമ്മളെ കർത്താവ് പല കാര്യങ്ങൾക്കും നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ അതൊന്നുകൂടെ ഡിസ്പ്ലേ ചെയ്തു. ആ വാക്യം 1:12. കർത്താവ് എന്നെയും നിങ്ങളെയും അങ്ങനെ നിയോഗിച്ചിരിക്കുക, തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം. ഇവിടെ ജനത്തെ നിയോഗിച്ചിരിക്കുന്നത് ആലയം പുനർനിർമ്മിക്കുക എന്നുള്ള ദൗത്യത്തിനായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. അവരത് മറന്നു. എന്ത് ആലയം, എന്ത് ദൈവവേല, എന്ത് ദൈവസഭ, അല്ലേ? എനിക്ക് ഡോളർ വരാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പെൻഷൻ കിട്ടാനുണ്ട്, എനിക്ക് ശമ്പളം കിട്ടാനുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ജോലിയിലാണ്, എനിക്ക് മറ്റു വിഷയങ്ങളൊന്നുമില്ല. ദൈവസഭ എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ വേല എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, തോന്നിയതുപോലെ നടക്കുന്നതായ ഒരു കൂട്ടം ജനം. പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ കേട്ടനുസരിക്കണം. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആര് പറഞ്ഞാന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. പറഞ്ഞത് ചെറിയ ആളൊന്നുമല്ല, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാണ് അരുളി ചെയ്തത്. ആമേൻ. എന്നോട് കർത്താവ് ഒരു ദൂത് പറയാനായിട്ട് പറഞ്ഞ് എന്നെ അതിന് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാതിരിക്കാം, അല്ലേ? പറയാൻ തീരുമാനമെടുത്ത് വരുമ്പോൾ, നേരത്തെ കണ്ടില്ലേ പോരാട്ടം വന്നത്, ഇതുപോലുള്ള പോരാട്ടങ്ങളൊക്കെ വരും. ചിലരൊക്കെ ഇനി മിണ്ടാതാകും, കൈതരാതാകും, അല്ലേ? ചിലരൊക്കെ പിണങ്ങും. വേണമെങ്കിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ പറഞ്ഞ് എനിക്ക് ഈ മാസത്തെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറിപ്പോകാം. ആമേൻ. നമുക്കെല്ലാം ഇഷ്ടം അതാ. കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു, അല്ലേ? ഭർത്തിമായിയെ കർത്താവ് സൗഖ്യമാക്കി, നിങ്ങളെയും സൗഖ്യമാക്കും. അത് പറഞ്ഞു വേണമെങ്കിൽ എനിക്ക് പോകാം, എനിക്കിരിക്കാം, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും കർത്താവ് അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. അത് കേട്ട് അനുസരിക്കുന്നിടത്താണ് ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരുന്നത്. അതാ നമ്മൾ കാണുന്നത്.
അതുകൊണ്ട് 1 ശമൂവേൽ 15:22 നമ്മൾ വായിക്കുന്നത്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുക, ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. 1 യോഹന്നാൻ 3:22 നമ്മൾ വായിക്കുന്നത്, അവന്റെ കൽപ്പനകൾ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ കൽപ്പനകളെ നാം അനുസരിച്ച് അവന് പ്രസാദമുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ ഇടയിൽ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു വരും. അപ്പോൾ നമ്മുടെ വിഷയം, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയാ ദൈവം അനുഗ്രഹിക്കുന്നതെന്ന് അറിയാമോ? അനുഗ്രഹിക്കുന്നത് നമ്മൾ അനുസരിക്കുമ്പോഴാണ് അനുഗ്രഹിക്കുന്നത്. 1:12 അവസാനം രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത്, ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അവർ ദൈവത്തെ ഭയപ്പെട്ടു. ആമേൻ. അവർ ദൈവത്തെ ഭയപ്പെട്ടു, അല്ലേ? ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അനുസരിക്കാൻ കാരണമായി തീർന്നത് അവർ ദൈവത്തെ ഭയപ്പെട്ടു. ഒരു ദൈവഭയമുള്ളതായ ഒരു കൂട്ടമായി അവർ തീർന്നു. ഇടയ്ക്ക് അവരുടെ ദൈവഭയം നഷ്ടപ്പെട്ടു. അങ്ങനെ അവര് തട്ടിട്ട വീടുകൾ ഉണ്ടാക്കുന്നതിൽ ഉത്സാഹിച്ചു, ആലയം പണി നിർത്തിവെച്ചു. ഇപ്പോൾ ദൈവിക സന്ദേശം വന്നപ്പോൾ അവർ അനുസരിച്ചു. 2, അവർ ദൈവത്തെ ഭയപ്പെട്ടു. സഭാപ്രസംഗി 12:13 നമ്മൾ വായിക്കുന്ന, എല്ലാറ്റിൻ്റെയും സാരം കേൾക്ക, ദൈവത്തെ ഭയപ്പെട്ട്. വായിച്ചോ അത്? എക്ലീസിയാസ്റ്റസ് സഭാപ്രസംഗി 12:13. എക്ലീസിയാസ്റ്റസ് 12:13, സഭാപ്രസംഗി 12:13. എല്ലാറ്റിന്റെയും സാരം സഭാപ്രസംഗി 13 അധ്യായങ്ങളിലായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അവസാന 12 അധ്യായങ്ങളിലായി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമ്പോൾ പറയുകയാണ്, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. എല്ലാത്തിന്റെയും സാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ് പറയുകയാണ്, അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ഭയപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. 3-ാമത്തേത് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. അവര് അനുസരിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്തു. അവരോട് ദൈവത്തിന്റെ ഒരു സന്ദേശം വന്നു. എന്താണെന്നറിയാമോ? 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെടുക, വേല ചെയ്യുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ധൈര്യപ്പെടുക, അല്ലെ? 3-ാമത്തെ സന്ദേശം എന്ന് പറയുന്നത് ധൈര്യപ്പെടുക എന്നുള്ളതാണ്. ധൈര്യപ്പെടുക. ആരോടാ പറയുന്നത്? നേരത്തെ പറഞ്ഞതായ 3 കൂട്ടരോടും വീണ്ടും പറയാ, ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനങ്ങളുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ. ബി സ്ട്രോങ്. ധൈര്യപ്പെടുക. ദൈവത്തിന്റെ സന്ദേശം നമ്മോട് സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നത് ധൈര്യപ്പെടുക. ബി സ്ട്രോങ്. ഹല്ലേലൂയ. ബി സ്ട്രോങ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ധൈര്യമുണ്ട്? നമ്മുടെ ധൈര്യം കെടുക്കുന്നതായ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം മഹാപുരോഹിതനായ യോശുവയോടും ദേശത്തിലെ ദേശാധിപതിയായിരിക്കുന്ന സെരുബ്ബാബേലിനോടും ദേശത്തിലെ എല്ലാ ജനത്തോടും സംസാരിക്കാനായിട്ടിടയായി തീരുകയാണ്. ഇപ്പോഴോ സെരുബ്ബാബേലേ, ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അനുസരിക്കുക, ദൈവത്തെ ഭയപ്പെടുക, ധൈര്യപ്പെടുക. ആമേൻ. ധൈര്യപ്പെടുക. നിങ്ങൾ ശത്രുവിനെ ഭയപ്പെട്ടിട്ടാണോ നിങ്ങൾ വേല ചെയ്യാതിരിക്കുന്നത്? ആലയത്തിന്റെ പണിക്കായിട്ട് നിങ്ങൾക്ക് ഉത്സാഹമില്ലാതിരിക്കുന്നത് ശത്രുവിനെ ഭയപ്പെട്ടിട്ടാണോ? അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ മാറി നിൽക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ 3 കൂട്ടരോടും ലീഡർഷിപ്പിലുള്ള എല്ലാവരോടും പറയുകയാണ്, ബി സ്ട്രോങ്. ധൈര്യപ്പെടുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം എന്നോട് നിങ്ങളോട് സംസാരിക്കുന്നത്, ബി സ്ട്രോങ്. ധൈര്യപ്പെടുക. കർത്താവിന്റെ വേല ധൈര്യത്തോടെ ചെയ്യാനായിട്ടിടയായി തീരുക. ധൈര്യപ്പെടുന്നിടത്താണ് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. സർവശക്തനായ ദൈവം കൂടെയുള്ളത് കൊണ്ട് ധൈര്യപ്പെടുക, അല്ലെ? ഭരണാധികാരിയോട് പറയുകയാണ്, പ്രവാചകനോട് പറയുകയാണ്,
പുരോഹിതനോട് പറയുകയാണ്, ബി സ്ട്രോങ്. നമ്മൾ പലപ്പോഴും ധൈര്യമൊക്കെ പോയി മനസ്സൊക്കെ ഇടിഞ്ഞ്, ഇവിടെ ഇനി ഒന്നും നടക്കുകയില്ല, ഇതിങ്ങനെയൊക്കെ പോവുകയുള്ളൂ, ഇങ്ങനെയൊക്കെ സംഭവിക്കത്തുള്ളൂ, ഇനി ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുകയില്ല എന്നൊക്കെ ഓർത്ത് നിരാശയും ദുഃഖത്തിലുമായിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കുന്നത്, ബി സ്ട്രോങ്. നിങ്ങൾ ധൈര്യപ്പെടുക. നിങ്ങൾ ധൈര്യപ്പെട്ടാൽ മാത്രം പോരാ, ധൈര്യപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വേല ചെയ്യുക. അല്ലെ, അവിടെ കണ്ടോ, ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ യഹോവയുടെ. ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ, ധൈര്യപ്പെടുക. ഈ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. ഈ തകർന്നു കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരും. ഇതിന്റെ മഹത്വം മുമ്പിലത്തേതിലും വലുതായി തീരാനായിട്ടിടയായി തീരും. നിങ്ങൾ അനുസരിക്കണം, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, നിങ്ങൾ ധൈര്യപ്പെടണം. അല്ലേ, എന്നാൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധ്യമായി തീരുകയുള്ളൂ. നമ്മുടെ ഭയമെല്ലാം മാറണം, നമ്മുടെ നിരാശയെല്ലാം മാറണം, നമ്മൾ ശക്തരായി തീരാനായിട്ടിടയായി തീരണം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരും പരസ്പരം സ്നേഹിക്കുന്നവരും പരസ്പരം സഹകരിക്കുന്നവരും പരസ്പരം കൂട്ടായ്മയരുളുന്നവരുമായി തീരണം. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി വരുന്നത്. നിങ്ങൾ ധൈര്യപ്പെടുക. ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, ബി സ്ട്രോങ്, ധൈര്യപ്പെടുക. ഇടിഞ്ഞു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്നും ദൈവത്തിന് വൻകാര്യങ്ങളെ ചെയ്തെടുക്കാനായിട്ടിടയായി തീരും. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത്, അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദേശത്തിലെ സകല ജനങ്ങളുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ധൈര്യം പ്രാപിച്ച് വീട്ടിൽ ചുമ്മാ ഇരുന്നാ പോരാ, വേല ചെയ്യണം. പ്രാർത്ഥിക്കാനേ കഴിയുള്ളെങ്കിൽ പ്രാർത്ഥിക്കണം. അല്ലേ, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ദേശത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സഭയെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു രാഷ്ട്രത്തെ മുഴുവൻ മാറ്റിമറിക്കാനായിട്ട് സാധിക്കും. ചരിത്രത്തിൽ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള സൂസന്ന വെസ്ലി മുതൽ, അല്ലേ, ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സംഘടനയുടെ സ്ഥാപനം തന്നെ ഉണ്ടായത് ഒരു 90 വയസ്സുള്ള ഒരു വൃദ്ധ മാതാവിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. ഞാൻ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ഞാൻ കഥയൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ധൈര്യപ്പെട്ട് വേല ചെയ്യണം. ഈ വേല ചെയ്യാന്ന് പറഞ്ഞാൽ ട്രാക്ട് കൊടുക്കുന്നത് മാത്രമല്ല കേട്ടോ, അതൊരു വലിയ വേലയാണ്. നമ്മുടെ സഹോദരന്മാരെ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് മുട്ടിലിരുന്നു കൊണ്ട് ദൈവവേല ചെയ്യാൻ സാധിക്കും. യാക്കോബിനെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത്, യാക്കോബ് അപ്പോസ്തലനെ കുറിച്ച് വായിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആ കാൽമുട്ടുകൾ ഒരു ക്യാമൽ, അല്ലെ, ഒരു ഒട്ടകത്തിന്റെ കാൽമുട്ട് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾ എന്നാണ്. കാരണം അദ്ദേഹം അത്രമാത്രം മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതായ മനുഷ്യനായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച യാക്കോബിന്റെ പ്രവർത്തനത്തിലൂടെ വൻകാര്യങ്ങൾ സംഭവിച്ചു. ആദിമ അപ്പോസ്തലന്മാരെല്ലാം വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു. പത്രോസിനെ നമ്മൾ കണ്ടു, അല്ലേ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചതാ. തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ ഒരു പവർ ഹൗസ് ഉണ്ടായിരുന്നു. പത്രോസ് അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് തുപ്പട്ടിയുടെ ദർശനം വന്നതും ജാതികളിലേക്ക് സുവിശേഷം ഇറങ്ങിപ്പോയതും. അതുകൊണ്ട് നിങ്ങൾക്ക് 70 വയസ്സായി 80 വയസ്സായി വാദമുണ്ട്, മറ്റു രോഗങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കരുത്. നിങ്ങളുടെ ഒരാളുടെ പ്രാർത്ഥനയ്ക്ക് സഭയെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും, ദേശത്ത് മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും, വൻകാര്യങ്ങളെ ദൈവത്തിന് ചെയ്തെടുക്കാനായിട്ടിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസഭയോട് ദൈവത്തിന്റെ ദൂത് ഹഗായി പ്രവാചകനിലൂടെ സംസാരിക്കുന്നത്, ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. യെസ്, നാലാമത്തത് അത് തന്നെയാണ്, അല്ലേ. എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം? എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം? ആമേൻ. എന്തുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടണം? ഇപ്പൊ വായിച്ചു അതിന്റെ കുഞ്ഞുങ്ങളാ വായിച്ചു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം എവിടെ പറഞ്ഞു എന്നറിയാമോ? 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞു, ഹഗായി യഹോവയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. 1:13. ഈ രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ വ്യത്യാസം ശ്രദ്ധിക്കണം. അവിടെ രണ്ടിടത്തും ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയുടെ യഹോവയുടെ ദൂതായി ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഐ ആം വിത്ത് യു. ആമേൻ. ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്.
ഐ ആം വിത്ത് യു. ഇപ്പൊ പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയാമോ? ഗ്രാമറിൽ ഒരു ചെറിയ മാറ്റമുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്നാ പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ജനം, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ അവിശ്വസിച്ചതായ ജനം, ദൈവത്തിന് വേണ്ടി ഉണരാതെ പ്രാർത്ഥിക്കാതെ പൊത്തുപൊരുത്തത്തിൽ ആയിരിക്കുന്നവരോട് കർത്താവ് പറയുകയാണ്, ബി സ്ട്രോങ്, നിങ്ങൾ ഉണരുക, നിങ്ങൾ ധൈര്യപ്പെടുക, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റാരും കൂടെ ഇല്ലെങ്കിലും പ്രശ്നമല്ല. ആമേൻ. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മറ്റാരും ഇല്ലെങ്കിലും പ്രശ്നമില്ല. ചിലരൊക്കെ ചിന്തിക്കുന്നത് ചിലരില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ആമേൻ. ആയിരിക്കാം, ഞാൻ അതിനെ ഒന്നും ഖണ്ഡിക്കുന്നില്ല. ബട്ട് സംഭവിച്ചു പോയി, ഇനി തിരുത്താനായിട്ട് പ്രയാസമാണ്. പക്ഷെ നമുക്ക് നമ്മളെ തിരുത്താമല്ലോ. ആമേൻ. ഇനി നമുക്ക് നമ്മളെ തിരുത്താമല്ലോ. നമ്മുടെ കൂടെ ആരുണ്ട്? കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് വീണ്ടും പറയുക, ആദ്യം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പൊ പറയുകയാണ് ഇവിടെ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. നിങ്ങളെന്താ ധൈര്യപ്പെടാത്തത്? നിങ്ങളെന്താ മനസ്സും അടുത്തിരിക്കുന്നത്? ആളുകൾ എണ്ണത്തിൽ കുറഞ്ഞപ്പോൾ നിങ്ങൾ അധൈര്യപ്പെട്ടു പോയോ? വീട്ടിൽ ഇരിക്കാമെന്ന് ചിന്തിച്ചോ? നിങ്ങൾ നിരാശയിലാണോ? നിങ്ങൾ ദുഃഖത്തിലാണോ? നിങ്ങൾ പിന്മാറ്റത്തിലാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുകയാണ്, ബി സ്ട്രോങ്. ശെരുബാബേലെ ധൈര്യപ്പെടുക, യോശുവേ ധൈര്യപ്പെടുക, ജനമേ ധൈര്യപ്പെടുക, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ഐ ആം വിത്ത് യു. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? ഹീസ് ഇമ്മാനുവേൽ. ആമേൻ. അവൻ ഇമ്മാനുവേൽ. ഇതൊരു ക്രിസ്മസ് സീസൺ ആണല്ലോ, അല്ലേ? ഇമ്മാനുവേൽ ആയിരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുന്നത്. ആമേൻ. ഇമ്മാനുവേലാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മോട് കൂടെയുണ്ട്. ഇന്ന് പോൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു, യെസ്, ലൈഫ് ഫെലോഷിപ്പിൽ എൻ്റെ കർത്താവുണ്ട്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഹീസ് ഇമ്മാനുവേൽ. അവൻ ഞങ്ങളുടെ സഭയിലുണ്ട്, അവൻ ഞങ്ങളോട് കൂടെയുണ്ട്, അവൻ ഞങ്ങളെ പണിയും, അവൻ ഞങ്ങളെ ബിൽഡ് ചെയ്യും, അവൻ്റെ കൃപ ഞങ്ങളോട് കൂടെയുണ്ട്. ഞങ്ങൾ അവനെ അനുസരിക്കുന്നുവെങ്കിൽ, അവന് വേണ്ടി ആ വേല ചെയ്യുവാനുള്ള മനസ്സൊരുക്കമുള്ളവരാണെങ്കിൽ അവൻ ഞങ്ങളെ പണിയുവാനായിട്ടിടയായി തീരും. ആമേൻ. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ദാനിയേലിന് സിംഹക്കുഴിയിൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു. യോസഫിന് പൊട്ടക്കിണറ്റിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചു. ശദ്രക്, മേശക്, അബേദ്നെഗോവിന് ആ തീക്കുണ്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനായി സാധിച്ചു. എങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം മനസ്സും അടുക്കരുത്. പലരും പലതും പറയും, പലതും ചെയ്യാനായിട്ടിടയായിത്തീരും, നമ്മളെ നിരാശരാക്കും, നമുക്കെതിരെ പോരാട്ടങ്ങൾ കൊണ്ടുവരും. എന്നാൽ ദൈവത്തിന്റെ വചനം എന്താണെന്നറിയാമോ? നമ്മളൊരു തിരുശേഷിപ്പായതുകൊണ്ട്, ആമേൻ, നമ്മൾ അവന് വേണ്ടി നിൽക്കാൻ തീരുമാനിച്ചവരായതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. മനുഷ്യരാരെല്ലാം കൈവിട്ടാലും കൈവിടാത്തവനായൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. സഭയോട് കൂടെയുണ്ട്. സഭ അത് ഏറ്റെടുക്കണം, അത് വിശ്വസിക്കാനായിട്ടിടയായിത്തീരണം. വിളിച്ചവൻ വിശ്വസ്തനാ. മറ്റാരെല്ലാം കൈവിട്ടാലും എന്നെ വിളിച്ച് എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് ധൈര്യപ്പെടാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ കണ്ടു. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങളൊന്ന് അനുസരിക്കുക. 2, ദൈവത്തെ ഭയപ്പെടുക, ധൈര്യപ്പെടുക, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ. 1:14 വീണ്ടും മടങ്ങിപ്പോവാം. 1:14. യഹോവ യഹൂദ ദേശാധിപതിയായി ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലിന്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സും ഉണർത്തി. അവൻ അവരുടെ മനസ്സ് ഉണർത്തി. അത് പറയാനാ. ആരുടെയെല്ലാം മനസ്സ് ഉണർത്തി? നേരത്തെ പറഞ്ഞ 3 കൂട്ടരുടെയും മനസ്സ് ദൈവം ഉണർത്തി, അല്ലെ? മനസ്സുണർത്തി. ഇടിഞ്ഞു കിടക്കുക, അവരുടെ മനസ്സെല്ലാം ഇടിഞ്ഞു. യെസ്, ഇനി ഒന്നും നടക്കുകയില്ല, ഇവിടെ ഇനി ഒന്നും നടക്കുകയല്ല. സാഹചര്യങ്ങൾ അങ്ങനെ വന്നു, ഇനി ഇവിടെ ഒന്നും നടക്കുകയില്ല എന്ന സാഹചര്യം വന്നു. അതുകൊണ്ട് അവരുടെ മനസ്സെല്ലാം ഇടിഞ്ഞു, അവരെല്ലാം നിരാശയിലേക്ക് പോയി.
എന്നാൽ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് യോശുവയുടെ മനസ്സും ജനത്തിൽ ശേഷിപ്പുള്ള എല്ലാവരുടെ മനസ്സും ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. അവരുടെ മനസ്സുണർത്തി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മുടെ പ്രശ്നം നമ്മൾ എത്ര കേട്ടാലും ഉണരുന്നില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ജനം ഒരൊറ്റ പ്രാവശ്യം കേട്ടുള്ളൂ, അവരുടെ മനസ്സുണർന്നു. ആമേൻ. ഹഗായി പ്രവാചകനിലൂടെ ഈ ദൈവശബ്ദം കേട്ടപ്പോൾ തന്നെ അവരുടെ മനസ്സുണർന്നു. നമ്മള് മനസ്സിങ്ങനെ തഴമ്പിച്ചിരിക്കുക. എത്ര ദൂത് കേട്ടാലും, എത്ര വചനം കേട്ടാലും, എത്ര വചനം പിന്നെയും കേട്ടാലും പഴയ അവസ്ഥയിലൂടെ തന്നെ കടന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി കാണാനായിട്ട് സാധിക്കാതെ വരുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ദൈവ സന്ദേശം കേട്ടപ്പോൾ അവരുടെ മനസ്സ് ഉണർന്നു. എന്തിനു വേണ്ടി അവരുടെ മനസ്സുണർന്നു? ആലയം പണിക്ക് വേണ്ടി അവരുടെ മനസ്സുണർന്നു, അല്ലേ? ആലയം പണിക്കായിട്ട്. ആലയം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് അല്ല, സഭയാണ് ആലയം. ദൈവസഭയുടെ പണിക്കായി, ദൈവസഭയുടെ കെട്ടുപണിക്കായി, കുടുംബങ്ങളുടെ കെട്ടുപണിക്കായി പോരാട്ടങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, നിരാശ ജനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വരും. അവിടെയൊന്നും നിരാശപ്പെടാതെ മനസ്സുണർന്ന് ദൈവ സന്ദേശം കേട്ടിട്ട്, എന്ത് കേട്ടപ്പോൾ അവരുടെ മനസ്സുണർന്നതെന്നറിയാമോ? ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് 1:13 കർത്താവ് പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, മറ്റാരെല്ലാം ഇല്ലെങ്കിലും. ആമേൻ. ആളുകളുടെ പെരുപ്പം കൊണ്ടോ ലീഡർഷിപ്പിന്റെ മഹത്വം കൊണ്ടോ ഒന്നുമല്ല, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. യോശുവയ്ക്ക് അത് മനസ്സിലായി, ശെരുബ്ബാബേലിന് അത് മനസ്സിലായി. ഹഗായിയിലൂടെ ദൈവം അവരോട് സംസാരിച്ചു, ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സുണർന്നു. ഇന്ന് പകൽക്കാലം ലൈഫ് ഫെലോഷിപ്പിലെ ദൈവമക്കളുടെ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഞങ്ങളുടെ സഭയിൽ ദൈവമുണ്ട്, ഞങ്ങളുടെ സഭയിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവൻ വൻകാര്യങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ചെയ്യും. നമ്മുടെ മനസ്സുണരാനായിട്ടിടയായിത്തീരണം, ഉണർന്ന് ദൈവവേല ചെയ്യാനായിട്ടിടയായിത്തീരണം, അല്ലേ? വേലയ്ക്കായിട്ട് വിളിച്ചപ്പോൾ കർത്താവ് ഒരു വാക്യം പറഞ്ഞു. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഗ്രേറ്റ് കമ്മീഷൻ സമയത്ത് അതിന്റെ അവസാനം എന്നെയും നിങ്ങളെയും വേലയ്ക്കാക്കിയത് കർത്താവാ. ആ വേലയ്ക്ക് വിളിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം പറഞ്ഞാണ് എന്നെയും നിങ്ങളെയും വേലയ്ക്കാക്കിയത്. എന്ത് പറഞ്ഞാണ് വേലയ്ക്കാക്കിയതെന്ന് അറിയാമോ? നമ്മളെ കർത്താവ് വിളിച്ചപ്പോൾ 28-20 കാണാതെ അറിയേണ്ടതാ. ലാസ്റ്റ് കാര്യം മാത്രം വായിച്ചാൽ മതി. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. കർത്താവ് ഒരു വലിയ ദൗത്യം തന്നിട്ട് നമ്മളെ വെറുതെ വിടുകയായിരുന്നില്ല. ഈ ആലയം പണി എന്ന് പറയുന്നത്, ദൈവസഭയുടെ പണി എന്ന് പറയുന്നത് കർത്താവിന്റെ വേലയാ. ആമേൻ. അത് കർത്താവിന്റെ വേലയാ. അത് കർത്താവിന്റെ വേലയായതുകൊണ്ട് തന്നെ പോരാട്ടങ്ങൾ വരും. ലീഡർഷിപ്പിൽ ഇരിക്കുന്നവർ പ്രത്യേകം ഓർത്തോണം, കൂടുതൽ പോരാട്ടങ്ങൾ വരും. ഞാൻ എന്ന് നല്ലൊരു പ്രസംഗം പറയണമെന്ന് വിചാരിച്ച് പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിച്ച് വന്നോ അന്ന് എനിക്കൊരു പോരാട്ടം ഉണ്ടാവും. ചിലപ്പോൾ അകത്തു നിന്നായിരിക്കും, ചിലപ്പോൾ പുറത്തു നിന്നായിരിക്കും, അല്ലേ? നഷ്ടങ്ങൾ വരും. നെവർ മൈൻഡ്, അല്ലേ? അത് പരിഹരിക്കാൻ കർത്താവ് തന്നെ മതിയായവനാ. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് കാരണം എന്തുകൊണ്ടാണ്? എന്നെ വേലയ്ക്ക് വിളിച്ചത് ദൈവമാ. നോട്ട് ലൈഫ് ഫെലോഷിപ്പ്, നോട്ട് എവറി ഹോം ക്രൂസൈഡ്. ക്യാമ്പസ് ക്രൂസൈഡോ എവറി ഹോം ക്രൂസൈഡോ അല്ലെങ്കിൽ ലൈഫ് ഫെലോഷിപ്പോ മറ്റ് IPC സഭയോ അല്ല നമ്മളെ വേലയ്ക്ക് വിളിച്ചത്. കർത്താവ് വേലയ്ക്ക് വിളിച്ചത്. ആ കർത്താവ് വേലയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ട്. അപ്പോൾ ലൈഫ് ഫെലോഷിപ്പിനോട് ദൈവം പറയുന്നത്, നിങ്ങൾ ഉണർന്ന് നിങ്ങളുടെ വേല ചെയ്യണം. നിങ്ങളെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഈ ദേശത്ത് ശക്തമായി ചെയ്യാനായിട്ടിടയായി തീരുക. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ആമേൻ. അവരുടെ മനസ്സൊക്കെ ഉണർത്തി, അല്ലേ? സങ്കീർത്തനം 48:14 എന്താ നമ്മൾ വായിക്കുന്നത്? 48-ാം സങ്കീർത്തനം 14-ാം വാക്യം. 48:14. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
മനസ്സുണരണം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മെ വഴി നടത്തും, അല്ലേ? മരണപര്യന്തം അല്ലെങ്കിൽ അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും. എൻ്റെ കർത്താവ് എന്നെ വിളിച്ചു എങ്കിൽ അവൻ എന്നെ ജീവപര്യന്തം വഴി നടത്താമെന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ടാ, അല്ലേ? എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ശിഷ്യരാക്കിയും കൊള്ളുവിൻ, ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങളെ ഏൽപ്പിച്ച് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ദൗത്യം നിങ്ങൾ ചെയ്യുക, ഞാൻ കൂടെയുണ്ട്. അതാ ഇവിടെ ഇവരോട് സംസാരിക്കുന്നത്, ദൈവത്തിന്റെ പ്രവചനം അവരോട് സംസാരിപ്പാനായിട്ടിടയായി തീർന്ന അതാണ്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. അടുത്തെന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? വായിക്കാം അതിൻ്റെ 8-ാം വാക്യം, 2:8. ഹഗായി 2:8. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളതെന്ന സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. കർത്താവ് പറയുക, വേല ചെയ്യാൻ നിങ്ങൾ മടിക്കുന്നത് പണത്തിന്റെ കുറവ് കൊണ്ടാണോ? കർത്താവെ, ഞങ്ങളുടെ ഈ പൈസയൊന്നുമില്ല, അല്ലേ? ഈയിടെ ഒരു മീറ്റിങ്ങിന് ഞാനിരുന്നപ്പം അവിടെ വന്ന ഒരാള് കോടികളുടെ കണക്കൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ചിലരുടെ മനസ്സ് ഒരു നിരാശയിലേക്ക് പോയി കാണും. ഞങ്ങളുടെ ഈ പൈസയൊന്നും ഇല്ലല്ലോ, അവരുടെ കൈ കോടികൾ, അല്ലേ? കോടികളുടെ അവരും വേല ചെയ്യുന്നവരാ. പക്ഷെ കർത്താവിന്റെ വചനം എന്താ പറയുന്നതെന്ന് അറിയാമോ? വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്, അല്ലേ? കർത്താവിന്റെ കയ്യിൽ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ കയ്യിൽ അവന്റെ വേലയ്ക്ക് ആവശ്യമുള്ളതുണ്ട്. ദൈവസഭ ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ആ വേല ചെയ്യാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, വേണ്ടതെല്ലാം കർത്താവ് തരും. ആമേൻ. നിങ്ങളെ അത് നിരാശപ്പെടരുത്. ഞങ്ങളുടെ കയ്യിൽ അതില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ഭാരപ്പെടരുത്. ആമേൻ. ദൈവത്തിന്റെ വചനം അതാ ഓർപ്പിക്കുന്നത്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിന്റെ മഹത്വം, പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇപ്പോൾ ആലയം എങ്ങനെ കിടക്കുകയാണ്? നെബൂഖദ്നേസർ വന്ന് ആലയം തകർത്തു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ശൂന്യമായി കിടക്കുകയാണ്. ജനം നിരാശപ്പെട്ടതിന്റെ കാരണം, ഇവര് ദീർഘവർഷങ്ങൾ അടിമകളായിരുന്നു. അവർ മടങ്ങി വന്നതേ ഉള്ളൂ. ആലയം പണിയണമെങ്കിൽ ഫണ്ട് വേണം, അല്ലേ? ഫണ്ടില്ല. സ്വന്തം വീട് പണിയണോ ആലയം പണിയണോ? കൺഫ്യൂഷനാ. തട്ടിട്ട വീടാ പണിയുന്നത്, അല്ലേ? കൺഫ്യൂഷൻ. ത്രാസിൽ 2 തട്ടിൽ, ഒന്ന് വീടും ഒന്ന് ആലയവും വന്നപ്പോൾ സ്വാഭാവികമായും ത്രാസ് സ്വന്തം വീട്ടിലേക്ക് പോയി, അല്ലേ? പക്ഷെ കർത്താവിനറിയാം ഇവരുടെ കയ്യിലുണ്ട്. അവര് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലേ? കർത്താവിന്റെ കയ്യിലെല്ലാം ഉണ്ട്. കർത്താവ് എല്ലാം നൽകിയിട്ടുണ്ട്. ദൈവവേലയ്ക്ക് ആവശ്യമുള്ളത്, ഭാരത സുവിശേഷീകരണത്തിന് ആവശ്യമായത് എന്നെയും നിങ്ങളെയും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ വേലയ്ക്ക് ആവശ്യമുള്ളത് കർത്താവ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവസഭയുടെ ആ വേലയ്ക്ക് ആവശ്യമുള്ളത് കർത്താവ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കർത്താവ് ദരിദ്രനല്ല. കർത്താവ് പറയുകയാണ്, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. ഇവർ നിരാശപ്പെടുന്നത് എന്തോർത്താണെന്നറിയാമോ? ഇസ്രായേൽ ജനം നിരാശപ്പെടുന്നത്, ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഓട്ടസഞ്ചിയുടെ അനുഭവമാണെന്ന് പറഞ്ഞാണ് അവര് നിരാശപ്പെടുന്നത്. അവിടെ കർത്താവ് പറയുകയാണ്, എൻ്റെ കയ്യിൽ വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. കർത്താവിന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ല. ഇന്ന് പകൽക്കാലം ആരെങ്കിലും നിരാശയിലായിരിക്കുന്നുവെങ്കിൽ, കർത്താവേ എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനം പറയുന്നത് ആ കർത്താവിന്റെ പക്കലെല്ലാം ഉണ്ട്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം, നമ്മൾ സമർപ്പിക്കണം, നമ്മൾ അവന് വേല ചെയ്യാനായിട്ട് ആരംഭിക്കും. അവൻ സപ്ലൈ ചെയ്തോളും, അല്ലേ? നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ സപ്ലൈ ചെയ്തോളും. നമ്മൾ വിശ്വസ്തരായിരുന്നാൽ, നമ്മൾ അവനോട് ചേർന്ന് നിന്നാൽ, നമ്മൾ അവനെ വിശ്വസിക്കാനായിട്ടിടയായി തീർന്നാൽ. പിന്നെ കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ 3.5 വർഷം കർത്താവ് മിനിസ്ട്രി ചെയ്തപ്പോൾ കർത്താവ് നമ്മളെ പോലെയായിരുന്നു. കർത്താവിനും വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ആമേൻ. കർത്താവിൻ്റെ കയ്യിൽ കോടികളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കോടികൾ കാണുന്നിടത്ത് നിങ്ങൾ ഓർക്കരുത്,
അയ്യോ അവിടെ കോടികളുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്ന്. കർത്താവ് ലോകത്തിലായിരുന്നപ്പോൾ കർത്താവിന് ടാക്സ് കൊടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. വായിക്കാം നമുക്ക് മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. മത്തായി 17:27. എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക. പത്രോസിനോട് അവിടുത്തെ ടാക്സ് കളക്ട് ചെയ്യാൻ ചെന്ന ആളുകൾ പത്രോസിനോട് ചോദിച്ചു, നിന്റെ ഗുരു ടാക്സ് ഒന്നും കൊടുക്കുകയല്ലോ? പത്രോസ് ഉരുണ്ട് കളിച്ചു അല്ലേ. പത്രോസ് പറഞ്ഞല്ലോ കൊടുക്കും, ഞങ്ങൾ ടാക്സ് ഒക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. കർത്താവ് പത്രോസിനോട് ചോദിച്ചു, ശിമോനെ നിനക്ക് എന്ത് തോന്നുന്നു? ഭൂമിയിലെ രാജാക്കന്മാർക്ക് ചുങ്കമോ കരമോ ആരോട് വാങ്ങുന്നു? പുത്രന്മാരോടോ അന്യരോടോ? ഇത് കൊടുക്കണോ കൊടുക്കണ്ടയോ? പത്രോസ് അവിടെ ഒരു ഉഴപ്പം മറുപടിയൊക്കെ പറഞ്ഞു. കാരണം പത്രോസും ടാക്സ് കൊടുത്തിട്ടില്ല. ഇല്ലാത്തതുകൊണ്ട് കൊടുക്കാത്ത, നിയമം തെറ്റിക്കാൻ വേണ്ടി കൊടുക്കാത്തതല്ല. പത്രോസിന്റെയും കയ്യിൽ ചുങ്കം കൊടുക്കാനുള്ള ദ്വിദ്രഹ്മ പണം ഇല്ലായിരുന്നു അല്ലെ. 2 കാശ് ദ്വിദ്രഹ്മ പണത്തിന് അതിന്റെ വാല്യൂ ഉണ്ട് കേട്ടോ, അതില്ലായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാം. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുർദ്രഹ്മ പണം കാണും. ദ്വിദ്രഹ്മയാണ് കൊടുക്കേണ്ടത് ഒരാൾക്ക് ടാക്സ്. പക്ഷേ പത്രോസിന് കിട്ടിയത് എത്രയാ? ചതുർദ്രഹ്മ പണം കിട്ടി. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാം. 2 പേരും ടാക്സ് കൊടുത്തിട്ടില്ല, പൈസ ഇല്ലാത്തതുകൊണ്ട്. ആമേൻ. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കാതിരിക്കാറില്ല ചിലപ്പോഴൊക്കെ അല്ലേ? നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ. 2 പേരും ടാക്സ് കൊടുത്തിട്ടില്ല. നിയമം തെറ്റിക്കാൻ മനസ്സുണ്ടായിട്ടല്ല. പത്രോസും കൊടുത്തിട്ടില്ല, കർത്താവും കൊടുത്തിട്ടില്ല. ഇപ്പം ടാക്സ് പിരിക്കുന്നവരും ഒന്ന് ചോദിച്ചു, നിന്റെ ഗുരു ടാക്സ് ഒന്നും കൊടുക്കുന്നില്ലയോ എന്ന് ചോദിച്ചപ്പം കർത്താവിന് മനസ്സിലായി, എടാ ടാക്സ് കൊടുത്തില്ലല്ലോ, നീ പോയി ചൂണ്ടയിടുക. ആദ്യം കാണുന്ന മീനിന്റെ വായിൽ ചതുർദ്രഹ്മ പണമുണ്ട്, അതെടുത്ത് നിനക്കും എനിക്കും വേണ്ടി കൊടുക്കാം. 2 പേർക്കുള്ള ടാക്സാ ചതുർദ്രഹ്മ അല്ലേ. 4 കാശെന്ന് വേണമെങ്കിൽ പറയാം, അതിന്റെ വാല്യൂ വേറെയാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കർത്താവിൻ്റെ കയ്യിൽ ഒത്തിരി വെള്ളിയോ പൊന്നോ ഡോളറോ കോടികളോ ഉണ്ടായിരുന്നില്ല. ആമേൻ. ലൈഫ് ഫെലോഷിപ്പിന്റെ ലീഡർഷിപ്പിനോടും ഇവിടെ ഇരിക്കുന്ന ജനത്തോടും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിരാശപ്പെടണ്ട. കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ എന്തുണ്ട്? വെള്ളിയും പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളൊന്ന് ഐക്യതയോടെ നിൽക്കുമോ? നിങ്ങൾ ദൈവവചനം ഒന്ന് അനുസരിക്കുമോ? കൈകോർത്ത് പിടിക്കുമോ? വേല ചെയ്യാനായിട്ട് നിങ്ങളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവ മുഖത്തേക്ക് നോക്കി ഒന്ന് ഇറങ്ങുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും ഞാൻ സപ്ലൈ ചെയ്യാമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വേഗം മുന്നോട്ട് പോയി അവസാനിപ്പിക്കാം. സമയം മുന്നോട്ട് പോയല്ലോ. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. പിന്നെ അത് മാത്രമല്ല എനിക്കുള്ളത്. 9-ാം വാക്യം 2:9. ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന്. എന്റെ കയ്യിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വെള്ളിയും പൊന്നും മാത്രമല്ല, ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും അല്ലേ. ഈ ആലയത്തിന്റെ മഹത്വം മുൻപിലത്തേതിലും വലുതാക്കാനായിട്ട് എനിക്ക് കഴിയും. നിങ്ങളൊന്ന് വേല ചെയ്യാനായിട്ട് തുടങ്ങിയാൽ മതി. നിങ്ങളൊന്ന് ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങിയാൽ മതി. നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാൽ മതി. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിച്ചാൽ മതി. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്യാനായിട്ടിടയായിത്തീരും. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഇവിടെ സമാധാനം വരും. ഈ ദേശത്ത് സമാധാനം വരും. ഇസ്രായേലിനോട് പറയുകയാണ്, ഞാൻ ദേശത്ത് സമാധാനം കൊണ്ടുവരും. ഇനി നിങ്ങൾ ഓർക്കണം, ഈ ആലയം നിൽക്കുന്നിടത്ത് സമാധാനം വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത്, മറ്റേ ആലയം യെരൂശലേം ദേവാലയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ പ്രവചനമുണ്ടല്ലോ, ഹഗായി പ്രവാചകന്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രവചനമാണ്. നോട്ട് ഫുൾഫിൽഡ്.
ദൈവവചനത്തിൽ ഫുൾഫിൽ ചെയ്ത പ്രവചനങ്ങളുമുണ്ട്, ഫുൾഫിൽ ചെയ്യപ്പെടാത്ത പ്രവചനങ്ങളുമുണ്ട്. എന്തെല്ലാമാണ് ഫുൾഫിൽ ചെയ്യപ്പെടാത്ത പ്രവചനം? ഒന്ന് വായിക്കാൻ വേണമെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. 6:7, 2:6-7. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനി കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ആകാശത്തെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇത് ഈ പ്രവചനം നിവർത്തീകരിക്കപ്പെട്ടിട്ടില്ലാത്ത പ്രവചനം, അത് ഓർത്തോണം. ആമേൻ. നിവർത്തീകരിക്കപ്പെടാൻ പോകുന്നതായ പ്രവചനമാണ്. സ്തോത്രം. ആമേൻ. ലോകത്ത് സംഭവിക്കാനായിട്ട് പോകുന്നു. ഇന്നും അവർക്ക് സമാധാനം ആയിട്ടില്ല. ആമേൻ. നമുക്കറിയാം അവിടെ നടക്കുന്ന അവസ്ഥകളൊക്കെ നമുക്കറിയാമല്ലോ. സമയ ചുരുക്കം കൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി വരാൻ പോകുന്നതേ ഉള്ളൂ. ദൈവം പലതിനെയും ഇളക്കാനായിട്ട് പോവുക. ഇന്നലെ ഇവിടെ ചിലതൊക്കെ ഇളകി അല്ലേ? തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷമായിട്ട് ഇത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയല്ല എന്ന് പറഞ്ഞവരുടെ കയ്യിൽ നിന്ന് പോയി. അത് പോയി, അവരുടെ കയ്യിൽ നിന്ന് പോയി. 10 വർഷമായിട്ട് ഇരിക്കുന്നവരുടെ കയ്യിൽ നിന്നും ചിലപ്പം പോകും, ചിലപ്പം പോയില്ല എന്ന് വരും. അതുകൊണ്ട് ഞാനത് പ്രവചനമായിട്ടൊന്നും പറയുകയല്ല, അല്ലേ? പോകും. ഇന്ത്യ മുഴുവൻ ഭരിച്ചിരുന്ന കയ്യിൽ നിന്ന് പോയി. ലോകത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കാൻ പോകുന്നു. കർത്താവ് പലതിനെയും ഇളക്കും. ചെറിയ ഈ ഇളക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ഇളക്കം പോലും ഞാൻ കാണുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് അറിയാമോ? ഈ പ്രവചന നിവർത്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാണുന്നത്. ഞാൻ കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ചിലതിനെയൊക്കെ ഇളക്കും. അവിടെ അടി ഉറച്ച് നിൽക്കുക എന്ന് വിചാരിക്കുന്ന വലിയ ഭരണാധികാരികളെയും പല കാര്യങ്ങളെയും ഉണ്ടല്ലോ ഞാൻ ഇളക്കും. അവിടെ അതെല്ലാം ഇളക്കിയിട്ട് ഞാൻ ജാതികളിൽ നിന്ന് മനോഹര വസ്തുക്കളെ, അവിടെ കണ്ടോ നിങ്ങൾ? ജാതികളിൽ നിന്നും ഞാൻ മനോഹര വസ്തുക്കളെ വരികയും ചെയ്യും, വരുത്തുകയും ചെയ്യും. അത് നമ്മളെക്കുറിച്ച് പറഞ്ഞതാ. നമ്മളാരും യഹൂദന്മാരല്ലല്ലോ, നമ്മളെല്ലാം ജാതികളിൽ നിന്ന് വന്നവരാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സിറിയനോർ അല്ലാത്തവർ എല്ലാവരും ജാതികളിൽ നിന്ന് വന്നവരാ. ആമേൻ. നമ്മളെല്ലാം കർത്താവ് വരുത്തിയതാ. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇതിൻ്റെ ഒടുവിൽ ഒരു ലാസ്റ്റ് ഉണ്ടല്ലേ, നമ്മുടെ കർത്താവിൻ്റെ വരവ്. അതിനുവേണ്ടി നമ്മളെ ഒരുക്കി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. ഞാൻ ദേശത്ത് സമാധാനം നൽകും. ഈ ആലയത്തിൽ ഞാൻ സമാധാനം നൽകും. ഇന്ന് പകൽക്കാലം ലൈഫ് ഫെലോഷിപ്പിനോട് ദൈവാത്മാവ് പറയുന്നത്, ഞാൻ സമാധാനം നൽകും. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. എവിടെയാ? യോഹന്നാൻ സുവിശേഷം 14:27 അല്ലേ? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. എൻ്റെ കർത്താവിൻ്റെ സമാധാനം അവനിക്ക് നൽകി തന്നിരിക്കുന്ന അതൊരു നിത്യമായ സമാധാനമാണ്. ലോകം ഇളകട്ടെ, ഭരണാധികാരികൾ ഇളകട്ടെ, സഭകൾ ഇളകട്ടെ, എൻ്റെ കർത്താവിൻ്റെ സമാധാനം എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട് എനിക്കൊരിക്കലും ഇളകേണ്ടതായിട്ട് വരികയില്ല. അവനെന്നെ സുസ്ഥിരമായൊരു പാറമേല, ക്രിസ്തുവാകുന്ന പാറമേല അവൻ എന്നെ നിർത്തിയിരിക്കുന്നത്. കൊലോസ്യർ 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത്, സഭയോട് പറഞ്ഞിരിക്കുന്നത്. കൊലോസ്യർ 3:15 നിങ്ങളെ വായിക്കാൻ ഏൽപ്പിച്ചാൽ നിങ്ങൾ ലാഗ് ചെയ്യൂ. അതുകൊണ്ടാണ് കൊലോസ്യർ 3:15 ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. സഭയോട് ദൂത് പറയുകയാണ്, ദൈവിക സമാധാനത്താൽ നിറയപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. എഫേസ്യർ 2:14 അവൻ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:14 അവൻ നമ്മുടെ സമാധാനം. കർത്താവാണ് നമ്മുടെ സമാധാനം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ദൈവാത്മാവ് അവരോട് സംസാരിക്കുകയാണ്. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്, ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. 2:15 നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് 7 കാര്യങ്ങൾ ഇപ്പം നമ്മൾ കണ്ടു. 3 കാര്യങ്ങളിലൂടെ കമ്പി വാചകത്തിൽ പറയും. അനുഗ്രഹിക്കണമെങ്കിൽ അനുസരിക്കണം, ദൈവത്തെ ഭയപ്പെടണം, ധൈര്യപ്പെടണം, ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. അത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് ഉണർന്ന് പ്രവർത്തിച്ചു. വെള്ളി എൻ്റെ കയ്യിലുണ്ട്, പൊന്നും എനിക്കുള്ള, എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി സപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ നിന്നാൽ മതി, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മതി, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ മതി, നിങ്ങൾ വഴക്കുണ്ടാക്കാതിരുന്നാൽ മതി. എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, ഞാൻ നിങ്ങൾക്കത് നൽകി തരും. ഈ ആലയം വളരെ പഴയതിനേക്കാൾ മഹത്വപൂർണമായതായി തീരും. കർത്താവരോട് സംസാരിച്ചു, എൻ്റെ സമാധാനവും ഞാൻ നിങ്ങൾക്ക് തരും. 2:15 ഞാൻ അവസാനിപ്പിക്കാൻ പോവാ, ആരും അസ്വസ്ഥരാകണ്ട. 2:15 ആകയാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചത്. ദൈവത്തിന്റെ വചനത്തിൽ
വളരെ അപൂർവ സ്ഥലത്ത് മാത്രമേ പിന്നോട്ട് നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ. പിൻപിലുള്ളത് മറക്കാനാണ് പൗലോസ് പറഞ്ഞത്. പക്ഷെ ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇന്ന് തൊട്ട് പിൻപോട്ട് നോക്കണം. എന്ത് നോക്കണം? യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ചതിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവിൻ. യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ല് വെച്ച കാലത്തിന് മുമ്പുള്ള കാലം വിചാരിച്ചു കൊള്ളുവിൻ. അല്ലേ? പഴയ കാലം. ഇവിടെ പഴയ ആളുകളൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ഏബ്രഹാം പാസ്റ്ററോടൊക്കെ സംസാരിക്കുമ്പോൾ ഏബ്രഹാം പാസ്റ്ററൊക്കെ പറയാറുണ്ട്, ഈ ഹോള് പണിയാൻ സമയത്ത് ഇതിന് ഫൗണ്ടേഷൻ ഇടുമ്പോൾ കുട പിടിച്ച് മഴ പെയ്യുന്ന സമയത്ത് കുട പിടിച്ച് നിന്ന് നോക്കിയ കാര്യമൊക്കെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അല്ലേ? അതുപോലെ അവരോട് പറയാ, യെരൂശലേം ദേവാലയം, ഈ ഹോളല്ല പറയുന്നത് കേട്ടോ, യെരൂശലേം ദേവാലയം, അതിന് കല്ലിന്മേൽ കല്ല് വെച്ച കാലമുള്ള ആളുകൾ അവിടെ ഉണ്ട്. ഇപ്പോൾ ആ ക്യാമ്പിലുണ്ട്. ബാബിലോണിൽ നിന്ന് പ്രവാസം മതിയാക്കി വന്നവരുടെ ഇടയിലുണ്ട്. അവരോട് പറയാ, നിങ്ങളൊന്ന് പുറകോട്ട് നോക്കണം. പുറകോട്ട് നോക്കുമ്പോൾ അവർക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? സ്പീഡി വായിച്ച് സമയം പോയി. ആ കാലത്ത് ഒരുത്തൻ 20 പറയുള്ള കൂമ്പാരത്തിലേക്ക് ചെല്ലുമ്പോൾ 10 മാത്രമേ കാണുകയുള്ളൂ. ഒരുത്തന് 50 പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ 20 മാത്രമേ കാണുകയുള്ളൂ. വായിച്ചോ? കതിരും വിഷമഞ്ഞും കന്മഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവൃത്തികളിന്മേലും ദണ്ഡിപ്പിച്ചു. എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവീൻ. There was much lost, അല്ലേ? ഒത്തിരി നഷ്ടങ്ങളുടെ പറ്റിയാണ് അവിടെ പറഞ്ഞത്. എന്നിട്ട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു. സമയ ചുരുക്കം കൊണ്ട് ഞാൻ വേഗത്തിൽ പറയുകയാണ്. എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് ദൃഷ്ടി വയ്ക്കുവീൻ. തിരിഞ്ഞില്ല. 15 എങ്കിലും, സോറി, 2:17 എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അപ്പൊ എന്തിനാ ഇതെല്ലാം അവർക്ക് കൊടുത്തത്? ഈ ശോധനയിലൂടെ യെരൂശലേം സഭ കടന്നുപോയത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാ ദൈവത്തിന്റെ ലക്ഷ്യം. അല്ലെ? ഈ കഷ്ടതയും ഈ പ്രയാസവും ഈ ശോധനയും അവർക്ക് നൽകിയത്. ഇന്ന് നമ്മൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ശോധനയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ലക്ഷ്യം എന്താണെന്നറിയാമോ? റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. ഒരൊറ്റ പോംവഴി അതേ ഉള്ളൂ, ദൈവത്തിങ്കിലേക്ക് തിരിയുക. അതുകൊണ്ട് കർത്താവ് പറയാ, ഇന്ന് തൊട്ട് നിങ്ങൾ പിന്നോക്കം നോക്കണം. ഓട്ടസഞ്ചിയുടെ അനുഭവം എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ടാ ഭക്ഷിച്ചിട്ടും തൃപ്തി വരാതിരുന്നത്? പാനം ചെയ്തിട്ടും ദാഹം മാറാതിരുന്നത്? വസ്ത്രം ധരിച്ചിട്ടും കുളിർ മാറാതിരുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കി മനസ്സിലാക്കുക. ഇനി പുറകോട്ട് തിരിഞ്ഞു നോക്കി അങ്ങനെ തന്നെ സ്റ്റാച്യു ആയി പോകരുത്. അടുത്ത വാക്യം, 18-ാം വാക്യം. നിങ്ങൾ ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വയ്ക്കുവീൻ. പുറകോട്ടൊന്നും നോക്കാൻ, ജസ്റ്റ് ഒന്ന് നോക്കാനേ പറഞ്ഞുള്ളൂ. അവിടെ തന്നെ നിൽക്കരുത്. നമ്മളോടും ദൈവത്തിന്റെ വചനം പറയുന്നു, ഒന്ന് നോക്കിയേച്ച് അവിടെ തന്നെ നിൽക്കരുത്, സ്ട്രെയിറ്റ്. പിന്നെ പറയുകയാണ്, ഇന്ന് തൊട്ട് നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെപ്പിൻ. അല്ലേ? ഇന്ന് മുതൽ നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെപ്പിൻ. പഴയതെല്ലാം മാറട്ടെ, പഴയ കാര്യങ്ങളെല്ലാം കള. ഇന്നലെ വരെ സംഭവിച്ചതിനെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടല്ലേ. സംഭവിച്ചു, ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അവിടെ പുറകോട്ട് നോക്കി നിരാശപ്പെട്ടിരിക്കരുത്. ഇന്ന് മുതൽ നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെപ്പിൻ. ഇന്ന് തൊട്ട് മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിങ്കൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. ആമേൻ. മുന്നോട്ട് നോക്കുക. പൗലോസ് പറഞ്ഞു, കൊലോസിലെ ഫിലിപ്പിയ ലേഖനം 3:14, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഓടാൻ പ്രിയപ്പെട്ടവരെ, പുറകിലോട്ട് നോക്കി നിരാശപ്പെട്ട് നിൽക്കാനല്ല കർത്താവ് എന്നോട് നിങ്ങളോടും പറയുന്നത്. 2025 ഈ 14-ാം തീയതി വരെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. കർത്താവേ സോറി, ക്ഷമിക്കണമേ കർത്താവേ, തെറ്റുപറ്റി കർത്താവേ, കുഴപ്പങ്ങൾ സംഭവിച്ചു കർത്താവേ. യെസ്, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു, എഴുതാൻ പാടില്ലാത്തത് എഴുതി. യെസ്, സോറി കർത്താവേ, തെറ്റുപറ്റി. ഈ വർഷാവസാനത്തിങ്കൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുതാപത്തെ നീ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണമേ, ഞങ്ങളെ കർത്താവേ നീ കഴുകണമേ.
ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇന്നു മുതൽ നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെക്കുവിൻ. 9-ാം മാസം 24-ാം തീയതി യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിങ്കൽ തന്നെ ദൃഷ്ടി വെക്കുവിൻ. വിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയിൽ അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ആമേൻ. കർത്താവ് പറയാ, ഐ ആം ഗോയിങ് ടു ബ്ലസ് യു. ഉണ്ട്, ഇനിയും ഉണ്ട്, എല്ലാം തീർന്നിട്ടില്ല. അതുകൊണ്ട് അവരോട് പറയാ, വിത്ത് ഇനിയും കളപ്പുരയിൽ ശേഷിപ്പുണ്ടോ? കിടക്കുന്നുവോ? യെസ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഏറ്റെടുക്കാം. കർത്താവേ, 2026 നീ ഞങ്ങൾക്ക് നൽകി തരുമ്പോൾ 25-ലെ പരാജയങ്ങൾ കർത്താവേ ഞങ്ങൾ വിട്ടുകളയുന്നു. സംഭവിച്ച തെറ്റുകളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ വർഷാവസാനത്തിന്റെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനി ഒരു 15 ദിവസം കൂടി ഉള്ളല്ലോ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യാനായിട്ട്. കൺസിഡർ യുവർ വേസ്. ഹഗായി പറയുക, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. ആ വഴികളെയൊക്കെ ഒന്ന് വിചാരിക്കാം. കഴിഞ്ഞു പോയതിനെ ഓർത്ത് നിരാശപ്പെടാനല്ല, അവിടെ നിൽക്കട്ടെ. ഒന്ന് നോക്കിയിട്ട് ഉടനെ തന്നെ തിരിച്ചു വരണം. ഇനി നിങ്ങൾ മുമ്പോട്ട് ദൃഷ്ടി വെക്കുക. നിങ്ങൾ ഇനി മുമ്പോട്ട് നോക്കുക. യെസ്, മുമ്പോട്ട് നോക്കുക. ലുക്ക് ഫോർവേഡ്. മുന്നോട്ട് നോക്കുക. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അബ്രഹാമിനെ അനുഗ്രഹിച്ച കർത്താവ്, ഇസ്ഹാക്കിനെ അനുഗ്രഹിച്ച കർത്താവ്, എന്നെ നിങ്ങളെ അനുഗ്രഹിപ്പാനായിട്ട് മതിയായവന, നമ്മുടെ സഭയെ അനുഗ്രഹിപ്പാൻ മതിയായവന കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 10 കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലേ? 10 കാര്യങ്ങൾ എങ്ങനെയാ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കഴിയുന്നത്. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹഗായി പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേൽ സഭയോട് സംസാരിച്ചത് എന്നോട് നിങ്ങളോടും വ്യക്തികളായി, കുടുംബങ്ങളായി, സഭയായി സംസാരിക്കുന്നു. ഏറ്റെടുക്കാം, അനുസരിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. അവൻ്റെ കയ്യിൽ വെള്ളിയും പൊന്നും നമുക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്താണോ കുറവുള്ളത് അതെല്ലാം അവൻ്റെ കയ്യിലുണ്ട്. കർത്താവേ, 2026 എനിക്ക് തരുമ്പോൾ എൻ്റെ ആത്മീയ ദാരിദ്ര്യം മാറണം. കർത്താവേ, 2026 എനിക്ക് തരുമ്പോൾ 25-ലെ പോലെ പോരാ കർത്താവേ. പൊത്തുവരുത്തത്തിൻ്റെ പ്രാർത്ഥന പോരാ, പൊത്തുവരുത്തത്തിൻ്റെ ഉപവാസം പോരാ, പൊത്തുവരുത്തത്തിൻ്റെ വേല പോരാ. കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നു മുതൽ, ഫ്രം ദിസ് ഡേ കർത്താവേ, ഈ വർഷത്തിന്റെ അവസാനത്തിൽ വന്നു നിൽക്കുമ്പോൾ അനുഗ്രഹത്തിനായി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.